നമസ്കാരം. പ്രഖ്യാപനങ്ങളെല്ലാം അതേപോലെ പാലിക്കാനുള്ളതാണ്. അതാണ് അക്ഷരം പ്രതി BJP ഓരോ സംസ്ഥാനത്തും നടപ്പിലാക്കുന്നത്. ആ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ അണുവിടാതെ നടപ്പിലാക്കുന്നത് കൊണ്ടാണ് BJP ഓരോ സംസ്ഥാനത്തും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത്. നിലവിൽ അതേ ഒരു പ്രഖ്യാപനം തന്നെയാണ് തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുത്തപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും മറ്റു മുതിർന്ന BJP നേതാക്കളും ഒരു പ്രഖ്യാപനം നടത്തിയത്. അതായത് 45 ദിവസത്തിനകം നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി BJP നഗരസഭയിൽ, അതായത് തിരുവനന്തപുരം നഗരസഭയിൽ നടത്താൻ പോകുന്ന വികസനങ്ങൾ എന്തൊക്കെയാണ് എന്നതും കൂടാതെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ വികസനങ്ങൾ BJP നടത്തുമെന്ന് വ്യക്തമായ ഒരു ബ്ലൂ പ്രിന്റ് നരേന്ദ്രമോദി സർക്കാർ, അതായത് നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി പ്രഖ്യാപിക്കും എന്ന ഒരു പ്രഖ്യാപനം ആദ്യമേ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മറ്റു മുതിർന്ന നേതാക്കളും നടത്തിയതാണ്. അങ്ങനെ അതിവിശ്വസിച്ചുകൊണ്ട് ജനങ്ങൾ BJPയുടെ കയ്യിലേക്ക് തിരുവനന്തപുരം നഗരസഭ വെച്ചു കൊടുത്തു. അങ്ങനെ ഒരു 23-ാമത്തെ ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. ആ പ്രഖ്യാപനം BJP അക്ഷരപ്രതി പാലിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്തെ ജനങ്ങൾ വർഷങ്ങളായി അവർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണെന്നാൽ, ഒന്നാമത്തത് തെരുവ് നായ ശല്യം, രണ്ടാമത്തത് ഈ വേസ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മൂന്നാമത്തത് പാർക്കിംഗ് വിഷയങ്ങൾ. അങ്ങനെ അടിസ്ഥാനപരമായ വിഷയങ്ങളൊന്നും തന്നെ തിരുവനന്തപുരം നഗരസഭയിൽ മാറി മാറി ഭരിച്ച പാർട്ടികൾക്കൊന്നും തന്നെ ജനങ്ങളുടെ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ പരിഹരിക്കാൻ സാധിച്ചില്ല. പക്ഷേ അത് BJP പരിഹരിക്കുമെന്ന ഒരു നിർദ്ദേശവും ഒരു ഉറപ്പും BJP തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ തിരുവനന്തപുരത്ത് എത്തുന്ന, അതായത് നാളെയാണ് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുന്നത്. വെറും ഒരു 2-3 മണിക്കൂർ തിരുവനന്തപുരത്ത് ഉണ്ടാകും. ഒന്ന്, റെയിൽവേയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനും, രണ്ട്, ഈ തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടാകുന്ന ഇനി വരാൻ പോകുന്ന ഒരു വമ്പൻ മാറ്റങ്ങളെ കുറിച്ചുള്ള ഒരു പ്രഖ്യാപനവും നടത്തും. ആ പ്രഖ്യാപനം എങ്ങനെയാണ് നടത്താൻ പോകുന്നത്, ഏതൊക്കെ പ്രഖ്യാപനങ്ങളാണ് മോദി നാളെ വരുമ്പോൾ നടത്താൻ പോകുന്നത് എന്നത്, അതായത് നഗരത്തിന് പുറത്ത് സാറ്റലൈറ്റ് സിറ്റികൾ, മാലിന്യ നിർമ്മാർജ്ജനത്തിന് പുതിയ പദ്ധതികൾ, തെരുവ് നായ ശല്യം തടയാൻ നടപടികൾ തുടങ്ങിയ തലസ്ഥാന നഗര വികസനത്തിനുള്ള ബ്ലൂ പ്രിന്റിലെ പ്രഖ്യാപനങ്ങളാണ് ഇവ ഏറ്റവും പ്രധാനപ്പെട്ടത്. തിരുവനന്തപുരം നഗരത്തിന്റെ സ്ഥല പരിമിതികൾ കണക്കിലെടുത്ത് നഗരത്തിനു പുറത്തെ പ്രദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ഉപഗ്രഹ നഗരങ്ങളാണ് വികസന മാർഗരേഖയിലെ പ്രധാന ആകർഷണം. കോർപ്പറേഷനിലാകെ വർഷം തോറും 4000 വീടും കോർപ്പറേഷന്റെ മറ്റൊരു പ്രധാന ലക്ഷ്യമാണ്. ഇത് സംബന്ധിച്ച ഒരു മാസ്മരികമായ പ്രഖ്യാപനം മോദി നാളെ നടന്നു. തലസ്ഥാന നഗരവാസികളുടെ പ്രധാന ആവശ്യമായ മാലിന്യം, അതോടൊപ്പം തന്നെ തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിനുള്ള നടപടികളും വികസന രേഖയിലുണ്ടാകും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചില നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രിക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. കോർപ്പറേഷനും ചില നിർദ്ദേശങ്ങൾ വച്ചിട്ടുണ്ട്. ഇതെല്ലാം ചേർന്ന് വികസന രേഖയായിരിക്കും പ്രധാനമന്ത്രി വെള്ളിയാഴ്ച പ്രഖ്യാപിക്കുക. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിച്ചാൽ 45 ദിവസത്തിനകം മോദിയെ തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നായിരുന്നു BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. തെരഞ്ഞെടുപ്പ് വിജയാഘോഷം മാത്രമല്ല, നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ കൂടി മോദിയുടെ വരവോടെ BJP സജീവമാക്കും. വെറും ഒരു തിരഞ്ഞെടുപ്പ് വിജയാഘോഷം എന്നതിലുപരി തിരുവനന്തപുരത്തെ ഒരു ആധുനിക നഗരമാക്കി മാറ്റുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ പദ്ധതികളാണ് ഈ സന്ദർശനത്തിലൂടെ പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. പശ്ചാത്തല സൗകര്യ വികസനത്തിലും അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണത്തിലും പുതിയ സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഈ വമ്പൻ പ്രഖ്യാപനങ്ങളെ ഏറെ പ്രതീക്ഷയോടെയാണ് തലസ്ഥാന നഗരവാസികൾ കാത്തിരിക്കുന്നത്. നിർദ്ദിഷ്ട തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതി നഗരത്തിന്റെ തെക്ക് വടക്ക് ഭാഗങ്ങളിലേക്ക് കൂടി നീട്ടണമെന്ന ആവശ്യം ശക്തമാണ്. ആറ്റിങ്ങൽ, നെയ്യാറ്റിൻകര എന്നീ മേഖലകളിലും മെട്രോ പദ്ധതിയുടെ പരിധിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് ആവശ്യം ഇപ്പോൾ ഉയരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 23-ന് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഇക്കാര്യമടക്കം ചൂണ്ടിക്കാട്ടി ട്രിവാൻഡ്രം ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് നിവേദനം സമർപ്പിക്കും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പദ്ധതിക്ക് വേഗത്തിൽ കേന്ദ്ര അനുമതി നൽകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും നിവേദനത്തിൽ പറയുന്നുണ്ട്. ദ ന്യൂ ഇന്ത്യ എക്സ്പ്രസ് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇക്കാര്യം അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2017-ലെ നാഷണൽ മെട്രോ റെയിൽ പോളിസി അനുസരിച്ചുള്ള ജനസംഖ്യാ മാനദണ്ഡം നിലവിൽ പദ്ധതിക്ക് കേന്ദ്ര അനുമതി ലഭിക്കുന്നതിൽ തടസ്സമാകുന്നുണ്ട്. സാധാരണ 20 ലക്ഷം ജനസംഖ്യയാണ് മെട്രോ പദ്ധതിക്ക് കേന്ദ്ര അനുമതി ലഭിക്കാൻ വേണ്ടത്. കുറഞ്ഞ ജനസംഖ്യയായി നിഷ്കർഷിക്കുന്നത് 2011-ലെ സെൻസസ് പ്രകാരം തിരുവനന്തപുരം നഗരത്തിലെ ജനസംഖ്യ ഏകദേശം 16.8 ലക്ഷമാണ്.
ഈ സാഹചര്യത്തിൽ ആറ്റിങ്ങൽ, നെയ്യാറ്റിൻകര ടൗണുകൾ കൂടി പദ്ധതിയുടെ അലൈൻമെന്റിൽ ഉൾപ്പെടുത്തിയാൽ ജനസംഖ്യാ മാനദണ്ഡം പാലിക്കാനാകുമെന്നാണ് ട്രിവാൻഡ്രം ചേംബർ ഓഫ് കോമേഴ്സ് പറയുന്നത്. മേയറെയും BJP നേതൃത്വത്തെയും കണ്ട് മെട്രോ പദ്ധതി നീട്ടുന്നതിന്റെ പ്രാധാന്യം ബോധിപ്പിച്ചുവെന്നും പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം സമർപ്പിക്കാനായി ശ്രമം നടത്തുകയാണെന്നും ട്രിവാൻഡ്രം ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് പ്രസിഡന്റ് SN രഘുചന്ദ്രൻ നായർ ദി ന്യൂ ഇന്ത്യ എക്സ്പ്രസിൽ നിന്ന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. നിലവിൽ വിശദമായ പദ്ധതി രേഖ പരിഷ്കരിക്കേണ്ടി വന്നാലും ഒരു കുഴപ്പമില്ല. KMRL പദ്ധതി അതിന്റെ MD ലോക്നാഥ് ബെഹ്റയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം തങ്ങളുടെ നിർദ്ദേശങ്ങളോട് ആനുകൂല്യമായി പ്രതികരിച്ചുവെന്നും SN രഘുചന്ദ്രൻ നായർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ മോദിയുടെ ഈ നാളെ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ആ സന്ദർശനം വലിയ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്.